നമസ്കാരം. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുഡ് അലർജിയെ പറ്റിയാണ്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഈ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫുഡും നല്ലതാണ്, പ്രത്യേകിച്ചും വീട്ടിലാണ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നെങ്കിൽ. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും പറയുകയാണ് ഈ ഫുഡ് കുഞ്ഞിന് അലർജിയാണ്. ഒരു കാരണവശാലും ആ കേട്ട വാക്കിൽ അങ്ങ് വിശ്വസിക്കരുത്. ഇത് അലർജി ഡയഗ്നോസ് ചെയ്യേണ്ടത് പാരൻസ് ആണ്. നമുക്കെങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്നുള്ളതാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു ഫുഡ് കൊടുക്കുന്നു, കുഞ്ഞിന് പല രീതിയിൽ അസ്വസ്ഥതകൾ വരുന്നു. വയറിന് അസ്വസ്ഥത വരാം, ദേഹം തടിച്ചു കയറാം, ചൊറിച്ചിൽ വരാം. ഇങ്ങനെ വരികയാണെങ്കിൽ താൽക്കാലികമായിട്ട് ഫുഡ് നിർത്തുക. യാതൊരു കുഴപ്പമില്ലാതിരിക്കുമ്പോൾ വീണ്ടും ആ ഫുഡ് തന്നെ കൊടുക്കുക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് 1, 2, 3 പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ഫുഡ് അലർജിക് ആണെന്ന് ഡയഗ്നോസ് ചെയ്ത് ആ ഫുഡിനെ മാറ്റാൻ പാടുള്ളൂ. അല്ലാതെ അടച്ച് ഈ കുഞ്ഞിന് ചുമയൊക്കെ വരികയാണ്, കഫം വരികയാണ്, അതുകൊണ്ട് പാൽ അലർജി അല്ലെങ്കിൽ മുട്ട അലർജി എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. അലർജി ഡയഗ്നോസ് ചെയ്യാൻ ആർക്കാണ് ഏറ്റവും നന്നായിട്ട് കഴിയുന്നത്? അത് പാരൻസിനാണ്. ഈ അറിവ് എല്ലാവർക്കും പകർന്നു കൊടുക്കുക. നന്ദി.